ലഹരി ഉപയോഗിച്ചതിന് ശേഷം ആത്മഹത്യയിലോട്ട് ശ്രമിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു 80% ആൺകുട്ടികളും മരിക്കുന്നതിന് മുമ്പ് ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ മനസ്സിൽ ചിന്തകൾ. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഏത് ലഹരി കഴിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കൂടുതലും മദ്യമാകട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് നടക്കുന്നത് മദ്യം കഴിച്ചിട്ടാണ്. മദ്യം ഭയങ്കര ഡേഞ്ചറാണ്. പ്രതികാര മനോഭാവം മാറാം മദ്യം കഴിക്കുന്നത്. ഒരു പെൺകുട്ടി അത് മദ്യത്തിന് അഡിക്റ്റായി ലാസ്റ്റ് അതിന് ഇതില്ലാതെ പറ്റില്ല. പണ്ടുള്ള നമ്മളുടെ കുടുംബങ്ങളിൽ രക്ഷകർത്താക്കൾ മദ്യപിക്കണമെങ്കിൽ ആരും കാണാതെ, മക്കൾ കാണാതെ എവിടെയെങ്കിലുമൊക്കെ പാത്ത് വെച്ചാൽ കഴിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമായി മാറി. ഒരു പെഗ് അടിച്ചാലേ ഇപ്പോൾ പല ലേഡീസിന്റെ മനസ്സിലുണ്ട്, ഒരു പെഗ് അടിച്ചാലേ ഞാൻ താണു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ പുരുഷന്മാരോ സ്ത്രീകളോ ഇതിനകത്ത് എത്ര ശതമാനം ആളുകളാണ് ലഹരി ഉപയോഗിച്ചതിന് ശേഷം ആത്മഹത്യയിലോട്ട് ശ്രമിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു 80% ആൺകുട്ടികളും മരിക്കുന്നതിന് മുമ്പ് ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ മനസ്സിൽ ചിന്തകൾ. അതാണ്ട് അവൾ എന്നെ അവോയ്ഡ് യഥാർത്ഥത്തിൽ അവൾ വെറുതെ ഒന്ന് പറഞ്ഞതായിരിക്കാം. ലഹരി 20% ഉള്ളൂ കറക്റ്റായിട്ട് അതിനോട് അക്സെപ്റ്റ് ചെയ്ത് അത് എനിക്ക് പറ്റില്ല, ഇനി പറ്റില്ല, എനിക്കിനി മരണമേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് മരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഒക്കെ ഓൾറെഡി കാണുന്നതായിരിക്കും, ഇതിനെ പറ്റി ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പം ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഏത് ലഹരി കഴിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ സൂസൈഡ് ചെയ്യുന്നത്? കൂടുതലും മദ്യമാകട്ടോ. മദ്യം. ഈ പിന്നെ മയക്കുമരുന്ന് കഴിച്ചൊന്നും അതല്ല, ഈ മദ്യം കൂടുതൽ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ മനസ്സിൽ കൂടുതലും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം എടുത്തു. അത് 31 years ഉണ്ട്, വിവാഹിതനൊന്നും അല്ല. അത് വലിയ വിഷുവിൻ്റെ അന്നാണ്. അപ്പോൾ വിഷുവിൻ്റെ അന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് സെറ്റും മുണ്ടും ഒക്കെ ഉടുത്തുകൊണ്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ സെറ്റും മുണ്ടും ഉടുക്കാൻ എനിക്ക് അറിയത്തില്ല ഉടുക്കാൻ. ഞാൻ യൂട്യൂബിൽ നോക്കിയിരുന്ന് എങ്ങനെ ഉടുക്കണ്ടേന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഈ കോള് വരുന്നത്. ഈ കോള് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തപ്പോൾ ഇന്നാളാണെന്ന് ഇന്നെടുത്തു എന്നാണ്. ഞാൻ ചോദിച്ചത് എന്താ? അതെ, അത്യാവശ്യം ഒന്ന് ആലോചിച്ച് നോക്കണം, വിഷുവിൻ്റെ അന്ന് 1-ാം തീയതി നമുക്കതൊക്കെ ഒരു ഞാൻ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു, ക്യൂടെക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. അത്യാവശ്യമാണ്, ഒരു ഇൻക്വസ്റ്റ് ഉണ്ടെന്ന് വരണമെന്ന് പറഞ്ഞു. എനിക്ക് അവിടെ 1-ാം തീയതി അല്ല പ്രാധാന്യം, ഇൻക്വസ്റ്റിന് പോവുക എന്നുള്ളതാണ്. അപ്പം വേറെ ആരെങ്കിലും കിട്ടിയോ, വിളിച്ചിട്ട് കിട്ടാഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വന്ന എന്താണെന്നറിയാവോ? ദൈവമേ, ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? കേരളം മൊത്തം വിഷു എന്ന് പറയുന്നത് ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണ് എന്നാലോചിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനും മനസ്സോടെ പെട്ടെന്ന് ഈ സെറ്റും മുണ്ടുമൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പെട്ടെന്ന് വരണേ, പോലീസ് ഇപ്പോൾ വരും എന്ന് പെട്ടെന്നുള്ള വാക്കിനായിരുന്നു അവിടെ പ്രാധാന്യം കൂടുതൽ. ഞാൻ അവിടെ ചെല്ലുകയാണ്, നേരെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് പിന്നെ എല്ലാം മാറ്റി വെച്ചു, കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചു. നേരെ എന്തിനാ ചെല്ലുന്നത്? കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ, കണ്ണിപ്പൊടി അടിക്കാതിരിക്കാനല്ല, സ്റ്റൈലിനല്ല. അവിടെ ചെന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നതല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പയ്യൻ വെള്ളം അടിച്ചിട്ട് പെട്ടെന്ന് കയറി അച്ഛനും മോനോട് എന്തോ സംസാരം ഉണ്ടായപ്പോൾ ഇവൻ കയറി ആത്മഹത്യ ചെയ്തു. ഞാനിപ്പോൾ എന്തുകൊണ്ട് ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു തെറ്റുകാരനുണ്ട്. അതായത് പലപ്പോഴും ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗുകളോ അല്ലെങ്കിൽ കഞ്ചാവോ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ദ്രോഹിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചോദിക്കാൻ കാരണം. അല്ല, ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് നടക്കുന്നത് മദ്യം കഴിച്ചിട്ടാണ്. മദ്യം ഭയങ്കര ഡേഞ്ചറാണ്. ആ സാധനത്തിനെ നമ്മുടെ ഇവിടെ എത്ര ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അതങ്ങനെയല്ല. കാരണം മദ്യത്തിന് ഓരോ സ്റ്റേജുകളുണ്ട്. ഒരു ചെറിയ അളവിൽ മദ്യം കഴിക്കുന്നതിനെ പറ്റിയിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. പക്ഷേ ഇതിനൊരു അഡിഷൻ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നീട് ഇത് ആദ്യം മന്ത്ലി ആവും, പിന്നെ ഇത് വീക്കിലി ആവും, പിന്നെ ഇത് സൗഹൃദങ്ങളിലാവും, പിന്നെ ഇത് സന്തോഷ നിമിഷങ്ങളിലാവും. സന്തോഷ സമയങ്ങളിൽ മാത്രം ചെയ്യുന്ന കാര്യം പിന്നെ ദുഃഖങ്ങളിലും കൂടി ആവും. ദുഃഖങ്ങളിലൂടെ കൂടെ ആവുന്ന കാര്യങ്ങൾ പിന്നീട് അത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ബാധിക്കാൻ തുടങ്ങും. അവസാനം മദ്യം കഴിച്ചിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ എടുക്കുന്ന തെറാപ്പിയിൽ നിന്നും കൺസൾട്ടേഷൻ എല്ലാം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യം ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. അവൻ്റെ സാമ്പത്തികമായ തകർച്ചയിൽ, അവൻ്റെ ബന്ധങ്ങളിലുണ്ടാകുന്ന തകർച്ചയിൽ, അവൻ്റെ പ്രൊഫഷണൽ കരിയർ ബേസിലുണ്ടാകുന്ന തകർച്ചയിൽ, അവൻ്റെ ഏറ്റവും കൂടുതൽ സംശയരോഗികളുണ്ടാകുന്ന മദ്യം കഴിച്ചാൽ. കറക്റ്റ് അല്ലേ? അടുത്ത നിമിഷം സൂയിസൈഡ്, പ്രതികാര മനോഭാവം മാറാം മദ്യം കഴിക്കുന്നവർ. അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്തതിൽ ഏറ്റവും വൾഗറായിട്ട് മരിക്കുന്നത് മദ്യം കഴിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വ്യക്തി
സ്വന്തം കൈയും കാലും വടം കൊണ്ട് കെട്ടി മേത്ത് മണ്ണെണ്ണ ഒഴിച്ച് ലൈറ്റർ വെച്ച് തീ ഒഴിച്ച് കത്തി മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുന്നത് എന്ത് മാനസികാവസ്ഥയായിരിക്കും അപ്പോൾ. അതായത് എന്നെ കാണുമ്പോൾ എന്ത് വികൃതമായിട്ട് മറ്റുള്ളവർ കാണണമെന്ന് മനസ്സിലായോ. സ്വന്തം കൈ വെച്ച് കെട്ടി, എന്നിട്ട് മേത്ത് മണ്ണെണ്ണ വെച്ചിട്ട് ലൈറ്റർ വെച്ചിട്ട് കൊളുത്തി മരിച്ചു. അവിടെ കിടന്ന് വെന്ത് വലിയ രീതിയിലൊന്നും കത്തിയില്ല, പക്ഷേ അത് മതിയല്ലോ, പൊള്ളൽ കൂടി ആളങ്ങ് മരിച്ചുപോയി. അപ്പോൾ മദ്യത്തിനെ ഒരുപാട് ന്യായീകരിക്കരുത്. നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പലപ്പോഴും ഞാനിത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ഇവിടെ എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല വീടുകളിലും കുഞ്ഞുങ്ങൾക്ക് വൈൻ പോലെയുള്ള ചെറിയ ലഹരിയുള്ള സാധനങ്ങൾ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചാണ് കൊടുക്കുന്നത്. മക്കൾ എന്നാ കേക്കിലൊക്കെ കഴിക്കൂ. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ. അന്ന് ഒരു കാർക്കിൽ ഒഴിച്ച് കൊടുക്കുന്നു, ഒരു പെഗ് ഒഴിക്കുമ്പോൾ അതിനകത്ത് ഒരു കാർക്ക് ഒഴിച്ച് മദ്യം കൊടുക്കുന്നു, ബീറാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നു. ഇവരെന്താ കാണുന്നത്? ഇവർ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് കാണുന്നത്. ഒന്ന്, എനിക്ക് തരുന്നത് എൻ്റെ അച്ഛനമ്മയാണ്. അവരിത് കഴിക്കാൻ കൂടി ചെന്നു. ഇത് പിന്നീടുള്ള ബോധത്തിൽ ഈ കാര്യം തെറ്റല്ല കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. കുഞ്ഞുങ്ങൾ കാണുന്ന ഇതാണല്ലോ. പിന്നീട് ഇവർ ഇതിലോട്ട് ഒരു അഡിഷൻ പറ്റിക്കൊഴി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയൊരു വിഷയത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു വിഷയത്തെ ഈ മദ്യം കൂടി കലർന്ന് ഇത് വലിയൊരു വിഷയമാക്കി വീട്ടിൽ മുഴുവനും ഭൂകമ്പമാക്കി അത് ഭാര്യയുടെ നെഞ്ചത്ത് തീർക്കുകയോ അല്ലെങ്കിൽ മക്കളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ എത്രയും മോശമായ കണ്ടീഷനിലോട്ട് പോകാൻ പറ്റുന്നോ അത്രയും മോശമായ കണ്ടീഷനിലോട്ട് നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു മേഡം ഇത് കുറേ കണ്ടിട്ടുണ്ടാവും. ഈ സെയിം പറഞ്ഞ സംഭവം ഉണ്ടാവണം. കുറേ കംപ്ലീറ്റ് ചെയ്തിട്ട് ശരി കുറേ കണ്ടിട്ടുണ്ടാവും. അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അത് കാണുമ്പോഴാണ് സങ്കടം. എല്ലാത്തിനും അതിൻ്റെതേ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മരണങ്ങളും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും സംഭവിക്കുന്നത് മദ്യം കഴിച്ചിട്ടാണ്. മദ്യം കഴിച്ചാൽ അത് അവൻ്റെ കൺട്രോളിലല്ല. ഏതൊരു ലഹരിയും അങ്ങനെയാണ്. പക്ഷേ ഏറ്റവും അവൈലബിളായ ഒരു ഡ്രഗാണല്ലോ മദ്യം എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും അപകടകരമായ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് മദ്യം. അതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായി കൊടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ അളവ് പ്രശ്നമില്ല. പക്ഷേ ഇതിനോട് അഡിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കൊടുത്തവർക്ക് പോലും ഇതിനെ റിലീസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ശത്രുക്കളായിട്ട് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണമല്ലോ. നമുക്ക് ന്യായീകരിക്കാം, പക്ഷേ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ന്യായീകരിക്കാം. പലപ്പോഴും ഇത് ഭീകര പ്രശ്നമാണ്. അപ്പോൾ മാഡം ഇപ്പോൾ ആ അനുഭവത്തിലോട്ടൊന്നും കൂടി കടക്കണേ അവർക്ക് മനസ്സിലാവും. അതെ, എൻ്റെ അടുത്ത് ഒരു എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഞാൻ പിന്നീട് എൻ്റെ അമ്മയോട് സംസാരിക്കാൻ എനിക്ക് സാഹചര്യം കിട്ടി. അപ്പോൾ ഈ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നല്ലപോലെ പഠിക്കുന്ന പെൺകുട്ടിയാണ്, പക്ഷേ അമ്മയും അച്ഛനും രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഈ കുട്ടി ചെറുപ്പം മുതൽ കണ്ടു വളരുന്നത് അമ്മ അവിടെ തെറ്റുകാരിയാണ്, അച്ഛൻ മദ്യപിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരുമൊക്കെ വന്നിരുന്ന് ഇവിടെ മദ്യം കഴിക്കും. അപ്പോൾ ഈ അമ്മയാണ് ഇവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുക്കുന്നത്, അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളെല്ലാം വെച്ച് വിളമ്പി കൊടുക്കുന്നത്. അച്ഛൻ്റെ അനിയനും ഒക്കെ ആയിട്ട് വന്നിരുന്ന് മദ്യം കഴിക്കും. അങ്ങനെ ഈ അമ്മയും ചില അവസരങ്ങളിൽ അമ്മയെ ഇച്ചിരിച്ചേ കഴിക്കും. അത് ഈ കുഞ്ഞൊരു സ്വല്പം മുതിർന്നു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനും കൊടുക്കാൻ തുടങ്ങി. ഇത് നല്ല ഈ പ്രൊഫഷണൽ കോഴ്സിനൊക്കെയാണ് ചേർന്നപ്പോഴത്തേക്ക് ഇതെന്തായി, കൂടുതൽ മദ്യത്തിന് അഡിക്റ്റായി. ഒരു പെൺകുട്ടിയാണെന്ന് ആലോചിച്ചോണം. ഒരു പെൺകുട്ടി അത് മദ്യത്തിന് അഡിക്റ്റായി. ലാസ്റ്റ് അതിന് ഇതില്ലാതെ പറ്റില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ലാസ്റ്റ് അത് രാത്രി 12:30, അപ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മയുടെയും കൺട്രോളിൽ നിൽക്കാത്തൊരവസ്ഥ എത്തി. രാത്രി 12:30 അച്ഛൻ്റെ അനിയനെ വിളിച്ചുകൊണ്ട് മദ്യം വാങ്ങിക്കാൻ പോകുന്ന അവസ്ഥ. ഒരു പെൺകുട്ടി കൂടെ പോയ അച്ഛൻ്റെ അനിയനാണ്. എന്നാൽ ആ അനിയന് ഈ അച്ഛൻ്റെ അതേ ഉത്തരവാദിത്വം ഉണ്ട്. ഈ അനിയന് ഒരു അച്ഛൻ്റെ സ്ഥാനമാണ് ചിറ്റപ്പനുള്ളത്. പക്ഷെ ആ ചിറ്റപ്പനാണ് അതിനെ കൊണ്ടുപോയി രാത്രി വാങ്ങിച്ചു കൊടുത്തത്. ഇവിടെ തെറ്റുകാർ നമ്മൾ ആരെ പറയും? അച്ഛനെ അമ്മയും വേണം ആദ്യം പറയാൻ. പണ്ട് കാലത്ത് സാർ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, പണ്ടുള്ള നമ്മളുടെ കുടുംബങ്ങളിൽ രക്ഷകർത്താക്കൾ മദ്യപിക്കണമെങ്കിൽ ആരും കാണാതെ, മക്കൾ കാണാതെ എവിടെയെങ്കിലുമൊക്കെ പാത്ത് വെച്ചാൽ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു 90 ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഈ മദ്യം എന്ന് പറയുന്നത് നമ്മളുടെ സൽക്കാരങ്ങളിലേക്കൊക്കെ വന്നത്, സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് വന്നത്. അത് പിന്നെ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമായി മാറി. ഒരു പെഗ് അടിച്ചാലേ, ഇപ്പോൾ പല ലേഡീസിൻ്റെ മനസ്സിലുണ്ട്, ഒരു പെഗ് അടിച്ചാലേ ഞാൻ താണു. പല ലേഡീസും
അങ്ങനെയുള്ളവരാണ്. പുരുഷന്മാരുണ്ട്. പുരുഷന്മാരുടെ കാര്യം പിന്നെ പറയണ്ട, അവർക്ക് പറയണ്ട, ഓൾറെഡി ഉണ്ട്. already ഉണ്ട്. അപ്പം ഇതങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് വീടുകളിലേക്ക് വരുമ്പോഴാണ് അവിടെ താളം തെറ്റുന്നത്. അതെ. ആർക്ക് പോയി? ആ അച്ഛനും അമ്മയ്ക്കും തന്നെ പോയി. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളത് തുടങ്ങിയപ്പോൾ തന്നെ നിർത്തലാക്കിയില്ല? അന്ന് ഞാൻ കരുതിയില്ല ഇത്രയും ഭീകരമാകും, എൻ്റെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഭീകരമായൊരവസ്ഥയെ ഞാൻ നേരിടേണ്ടി വരും. ഭർത്താവ് അവിടെ വന്നിരുന്നു കൂട്ടുകാരുമായിട്ട് വെള്ളമടിക്കുമ്പോൾ പറ്റത്തില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ലാസ്റ്റ് ഇവരും എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഈ അമ്മയും കൂടെ ചെന്ന് എന്ത് ചെയ്യും, ഒരു പെഗ് കഴിക്കും. അങ്ങനെ കുഞ്ഞു വലുതായപ്പോൾ എന്നാ ഒരു പെഗ് കഴിച്ചോ എന്നും പറഞ്ഞിട്ട് കൊടുത്ത് ലാസ്റ്റ് ആ കുട്ടിയുടെ ജീവിതമാണ് നശിച്ചത്. അതെ. അപ്പം കഞ്ചാവ്, മയക്കുമരുന്ന് ഇതിനെല്ലാം സ്ഥാനമുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ പെങ്ങന്മാരെന്നുള്ളൊരു ചിന്തയില്ലാതായി അതെ. മാറും. പക്ഷേ അതിനെല്ലാം ഉപരി ഈ മദ്യം എന്ന് പറയുന്നത് ഭയങ്കര വൾഗർ. നമ്മുടെ സമൂഹത്തിൽ ശരിക്കും അതിന് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഒരു ആത്മഹത്യ നടന്ന ഈ വിഷുവിൻ്റെ അന്നത്തെ ആത്മഹത്യ സന്തോഷകരമായ കൂട്ടുകാരുമായിട്ട് സന്തോഷിച്ച് വെള്ളമടിച്ചതാണ്. അവരുമായിട്ട് മദ്യം കഴിച്ചു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എന്തോനോ ഒന്ന് വഴക്ക് പറഞ്ഞപ്പോൾ അവനത് താങ്ങാൻ പറ്റിയില്ല. അവൻ കയറി നേരെ എന്ത് ചെയ്യാണ്, ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ സന്തോഷകരമായ നിമിഷം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ അവന് തോന്നിയത്, ആ വഴക്ക് പറയുന്നത് അവന് ദുഃഖമാണ് അവൻ്റെ മനസ്സിൽ തോന്നിയത്. അവൻ നേരെ ചെയ്യുന്നത് ജീവിതം കളയുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ മദ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ പ്രായം കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് അവർ ഉപയോഗിച്ചോളൂ. ഇവിടെ മുതൽ നമ്മൾ ഇതിനെ ട്രിഗർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഇത് ശരിയാണെന്നുള്ളൊരു ബോധത്തിലോട്ട് അവരെത്തിക്കുന്നത് വളരെ മോശമാണ്. പലപ്പോഴും ഇത് ചെറിയ ചെറിയ കിക്കുകൾ കൊടുത്ത് പലപ്പോഴും കുഞ്ഞുങ്ങൾ അഡിക്റ്റായി പോകുന്ന, അവർക്കൊരു പ്രായമാകുമ്പോൾ, അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചോളൂ. ഇതിന് പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ഡ്രഗ് കടത്തിപ്പെടുന്ന ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, മാനസികമായിട്ടും ശാരീരികമായിട്ടും സോഷ്യലിയും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ലഹരികളിൽ ഒന്നാണ് മദ്യം. അത് നമ്മുടെ സർക്കാർ ഏത് ഔട്ട്ലെറ്റിൽ വിറ്റാലും, ഈ വിറ്റില്ലെങ്കിലും ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും അത് പ്രശ്നമാണ്. കുട്ടികൾക്ക് കൊടുത്ത് അവരെ അഡിക്റ്റ് ആക്കാതിരിക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്യട്ടെ. അപ്പോൾ ചിലപ്പോൾ കൺട്രോൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മദ്യം കഴിച്ചിട്ട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന, വളരെ മര്യാദയ്ക്ക് പെരുമാറുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ എങ്കിൽ പോലും മറു സൈഡിൽ ഇങ്ങനത്തെ മനുഷ്യരുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി.